ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു ചെറിയൊരു കുഞ്ഞു കഥ കേൾക്കാം. മഹാദേവൻ്റെ കഥയാണ്. അപ്പോൾ ഒരിക്കലും ഉജ്ജയിനിയിൽ താമസിച്ചിരുന്ന ഒരു ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ചന്ദ്രദാസൻ എന്നായിരുന്നു. വളരെ കഠിനമായ ദരിദ്രമാണ്. കാരണം അയാളുടെ കുടുംബം പുലർത്താൻ വലിയ പ്രയാസമായിരുന്നു. എങ്കിലും ആള് അങ്ങേയറ്റം ഒരു ഭക്തനും സത്യസന്ധനുമായിരുന്നു. എല്ലാ ദിവസവും ഉജ്ജയിനിയിലെ മഹാകാളേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുന്നൊരു പരിപാടി നമ്മുടെ ചന്ദ്രദാസന് ഉണ്ടായിരുന്നു. ഒരു ദിവസം ദാരിദ്ര്യം സഹിക്കാൻ വയ്യ. അങ്ങനെ ചന്ദ്രദാസ് ഭഗവാന്റെ നടക്കിൽ കൊണ്ട് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, എനിക്ക് സുഖസൗകര്യങ്ങളായിട്ട് ഒന്നും വേണ്ട. എൻ്റെ കുടുംബത്തിന് വിശപ്പില്ലാണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ, അങ്ങനെ കിടന്നുറങ്ങാനായിട്ട് എന്തെങ്കിലും ഒരു വക അങ്ങ് തന്നാൽ മതി എന്നാണ് ചന്ദ്രദാസൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചത്. അന്ന് രാത്രി നമ്മുടെ ചന്ദ്രദാസനൊരു സ്വപ്നം ഉണ്ടായി. മഹാദേവൻ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, നാളെ നീ വിറകിന് ശേഖരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു പശുവിനെ കാണും. അത് നിന്നെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നിന്ന് നിനക്ക് ആവശ്യമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രദാസൻ കാട്ടിലേക്ക് പോയി. അവിടെ ഒരു ദിവ്യമായ പശുവിനെ അയാൾ കണ്ടു. പശു പതിയെ പതിയെ നടന്നിങ്ങനെ നീങ്ങിയിട്ട്, അപ്പോൾ ആ കാടിൻ്റെ ഉള്ളിൽ ഒരു വലിയ മരച്ചൂടുണ്ട്. അവിടെ വന്നിട്ട് നമ്മുടെ പശു നിന്നു. നിന്നിട്ട് പശു ചെറുതായി ആ കാലൊന്നവിടെ മണ്ണിലൊന്ന് പതുക്കെ ചവിട്ടി. ആ ചവിട്ടിയ സമയത്ത് അവിടെ നിന്ന് ഒരു ചെറിയൊരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങളുള്ള ഒരു കുടം പൊന്തി വന്നു. അത്ഭുതപ്പെട്ട ചന്ദ്രദാസൻ ആ സ്വർണ്ണം എടുത്ത് വീട്ടിലേക്ക് മടങ്ങി. അതോടെ അയാളുടെ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും മാറി. എന്നാൽ തനിക്ക് ലഭിച്ച സമ്പത്ത് സ്വന്തം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാതെ അയാൾ ആ പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കൊടുത്തു. കാരണം ഭഗവാൻ എനിക്ക് നൽകിയത് മറ്റുള്ളവരെ സഹായിക്കാനാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അയാൾക്ക് വന്നു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ദൈവം എപ്പോഴും ഭക്തൻ്റെ കഷ്ടപ്പാടുകൾ കാണുകയും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ അവരെ സഹായിക്കുകയും ചെയ്യുമെന്നതിന് ഈ കഥ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഷ്ടപ്പാടുകൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം. എന്തൊക്കെ വന്നാലും നമ്മൾ ആ ഭഗവാനെ കൈവിടാതെ മുറുക്കി നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ചിലപ്പോൾ കുറച്ച് സമയം വൈകാം എന്നല്ലാതെ കാണാതിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കഥയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ബൈ ബൈ.